വാരത്തിൽ സൗദി അറേബ്യയിലെ ദജിദിൽ രൂപം കൊണ്ട വഹാബിസം 1703 ഉയൈനയിൽ ജനിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കരങ്ങളാലാണ് സ്ഥാപിക്കപ്പെടുന്നത്. ഇസ്ലാമിലെ സൂഫി സരണിയെയും ആത്മീയ കേന്ദ്രങ്ങളെയും അധിക്ഷേപിച്ച ഇബ്നു തൈമിയ്യയുടെ ആശയങ്ങളിൽ പ്രചോദിതമായാണ് ഇബ്നു അബ്ദുൽ വഹാബ് ഈ പുതിയ മതം വിഭാവനം ചെയ്യുന്നത്. ജഗനിയന്താവായ നാഥനോട് പങ്കുചേർക്കുന്നതിന് സമാനമാണ് മക്ബറ സന്ദർശനമെന്നാണയിട്ട് മുസ്ലിങ്ങളെ അവിശ്വാസികളാക്കി വേട്ടയാടിയതിന്റെ ചിത്രം ഭീകരതയുടെ പുരാവൃത്തമാണ്. ഇസ്ലാമിൽ കടന്നുകൂടിയ ദുരാചാരങ്ങൾക്കെതിരെ ജിഹാദ് നടത്തിയവർ, മുവഹിദുകൾ, ഏകത്വത്തെ കാത്തുസൂക്ഷിക്കുന്നവർ എന്ന് സ്വയം അവകാശപ്പെട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിം ഐക്യത്തെ തകർക്കാൻ ഛിദ്രത സൃഷ്ടിക്കാനും നുഴഞ്ഞുകയറിയ ഖവാരിജികളോട് സമാനമായ കടന്നുകയറ്റമായിരുന്നു ഇത്. മാനവ ഐക്യത്തിന്റെ ശിരസിൽ കത്തിവെച്ച് രക്തരൂക്ഷിതമായ കലാപങ്ങൾക്ക് വഴിമരുന്നിട്ട ഖവാരിജി സമൂഹത്തിന്റെ ഭീകര ചിത്രമാണ് അഭിനവ ഖവാരിജിയാക്കളും അനുധാവനം ചെയ്യുന്നത്. നജിദിൽ ശൈത്താന്റെ കൊമ്പ് മുളക്കുമെന്ന പ്രഖ്യാപനം അന്വർത്ഥമാക്കിയ ചരിത്രമാണ് വഹാബിസത്തിന്റേത്. മധ്യ അറേബ്യയിലെ ദർഇയയിൽ നിന്ന് ദുർബോധനം തുടങ്ങിയ ഇബ്നു അബ്ദുൽ വഹാബും അനുചരരും അനേകം പണ്ഡിതരുടെ രക്തം ചിന്തിയാണ് വിപ്ലവം സാധ്യമാക്കിയത്. നജിദിലെ ഭരണാധികാരിയായിരുന്ന ഇബ്നു സഊദുമായുള്ള ബന്ധത്തിലൂടെ അറേബ്യയുടെ ഔദ്യോഗിക മതമായി വഹാബിസം അംഗീകരിക്കപ്പെടുകയായിരുന്നു. മതപരിഷ്കരണവാദിയുടെ മകളെ രാജാവ് കല്യാണം കഴിച്ചതോടെ ഈ ബന്ധം സുദൃഢമായി. അറേബ്യയുടെ ചരിത്രകാരന്മാരിൽ പ്രമുഖനായ ഫിലിപ്പ് കേഹിറ്റ് ഇതിനെ മതവും വാളും തമ്മിലുള്ള വിവാഹം എന്നും വിശേഷിപ്പിക്കുന്നു. സൗദ് ഭരണകൂടത്തിന്റെ നടുക്കിയ നരനായാട്ടിനൊടുവിൽ അറേബ്യൻ ഉപദ്വീപ് മുഴുവൻ കീഴടങ്ങി. ത്വായിഫിൽ പ്രതിരോധ വലയം സൃഷ്ടിച്ചവരെ അരുംകൊല ചെയ്ത് രക്തപ്പുഴ ഒഴുക്കി. ഈ പടയോട്ടത്തിൽ ഒരു മഹാചരിത്രത്തിന്റെ ശേഷിപ്പുകൾ നിലംപതിച്ചു. അറേബ്യൻ ഊശ്വരതയെ ഊർവരമാക്കിയ ഒരു സംസ്കൃതിയുടെ പ്രതിനിധാനങ്ങളായി പ്രക്ഷോഭിച്ചിരുന്ന ചരിത്ര സ്മാരകങ്ങളും സാംസ്കാരിക നിലയങ്ങളും തകർന്നടിഞ്ഞു. നൂറ്റാണ്ടുകളോളം വിശ്വാസി ഹൃദയങ്ങളിൽ വെളിച്ചം പകർന്ന ദർഗകളും മസാറുകളും ഇടിച്ചു നിരത്തി. ജബീലയിലെ സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ തകർക്കാൻ ഇബ്നു അബ്ദുൽ വഹാബ് മുന്നിട്ടിറങ്ങി നേതൃത്വം കൊടുത്തു. പ്രവാചകരുടെ ശേഷം മക്കയിൽ പ്രവാചകനാണെന്ന് വാദിച്ച മുസൈലിമത്തുൽ കദ്ദാബിനെതിരെയുള്ള യുദ്ധത്തിൽ പടനയിച്ച സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെയും അനുചരരുടെയും മക്കാമുകളാണ് അവർ തകർത്തു കളഞ്ഞത്. തുടർന്ന് നടന്ന വഹാബി താണ്ഡവങ്ങളിൽ പല നാഗരിക ശേഷിപ്പുകളും നശിപ്പിക്കപ്പെട്ടു. കുരിശ് യുദ്ധത്തിന്റെ നാളുകളിൽ അന്തർധാനം ചെയ്യപ്പെട്ട പൈതൃകങ്ങളെക്കാൾ അധികമായിരുന്നു ഈ ഭീകരരുടെ ആക്രമണങ്ങളിൽ നശിപ്പിക്കപ്പെട്ടത്. പുണ്യ റസൂലിന്റെ അനുചരരിൽ പ്രമുഖരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, റസൂലിന്റെ പുത്രിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ അടക്കം അന്ത്യവിശ്രമം കൊള്ളുന്ന ബഖീ തരിപ്പിടമാക്കിയ നജിദിയൻ തീവ്രവാദികൾ വ്യക്തിപൂജയ്ക്കെതിരെ ജിഹാദ് നടത്തി പ്രവാചകരുടെ വീട് വരെ പൊളിച്ചുമാറ്റി. മക്കയുടെ അധികാരം നിലനിർത്തി. തിരുശേഷിപ്പുകളെ സംരക്ഷിച്ചു പോന്നിരുന്ന ഷെരീഫുമാരെ കൂട്ടക്കൊല ചെയ്ത് രക്തം ചിന്തിയാണ് മക്ക അധിനിവേശം നടക്കുന്നത്. സാത്വികരായ അനേകം സൂഫികളുടെ ദർഗകൾ തച്ചുടച്ച് ഒരു മഹാചരിത്രത്തിനവർ തീയിട്ടു. ഇന്നും ഈ ഭീകരതയുടെ നടുക്കുന്ന ഓർമ്മകളുമായി മക്ക വിശ്വാസികളുടെ മനസ്സുകളെ മുറിപ്പെടുത്തുന്നു. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ വഹാബിസത്തിന്റെ ഈ ഭീകര താണ്ഡവങ്ങളെ അടയാളപ്പെടുത്തുന്നു. ലോക മുസ്ലിങ്ങളുടെ ഹൃദയഭൂമിയായ മദീനയും വഹാബി തേരോട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഒട്ടോമൻ ചക്രവർത്തി സുലൈമാൻ ഖാൻ നിർമ്മിച്ച ചുറ്റുമതിൽ പൊളിച്ച് അകത്ത് കടന്ന മുജാഹിദുകൾ മഹത്തുക്കളായ അനേകം സ്വഹാബികളുടെ ദർഗകൾ തരിപ്പിണമാക്കി. ഈ ഭീകര നരനായാട്ട്
AD 1807 നടന്നത്. വഹാബിസത്തിന്റെ നാൾവഴികൾ രക്തപങ്കിലമായ അധ്യായങ്ങളുടെ സമാഹാരമാണ്. ഇസ്ലാമിന്റെ മാനവിക ദർശനങ്ങളിലേക്ക് കടന്നുകയറി ചരിത്രത്തിൽ ഇരുട്ടു നിറച്ച വഹാബിസം ഇബ്നു അബ്ദുൽ വഹാബിന് ശേഷം ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദ് ബില, സയ്യിദ് കുത്തുബ് എന്നിവരിലൂടെ വളർന്ന് ചരിത്രത്തെ തമോമയമാക്കി. മാനുഷിക ബന്ധങ്ങളുടെ പുത്തൻ സമവാക്യങ്ങളിൽ ഒരു സമൂഹത്തിന്റെ ദിശാമുന്നേറ്റം അടയാളപ്പെടുത്തിയ ഇസ്ലാമിന്റെ വിചാരധാരയിൽ വഹാബിസം ബോംബ് വർഷിപ്പിച്ചു. ഇന്നും അതിന്റെ അതിക്രമങ്ങൾ ഭീകരമായി പടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഭീകരരുടെ മുന്നിൽ വിശുദ്ധിയുടെ ഗോപുരങ്ങൾ തകർന്നടിയുന്നു. ഒരു മഹാനാഗരികതയുടെ ചരിത്രശേഷിപ്പുകൾ തുടച്ചു നീക്കപ്പെടുന്നു. കാലത്തിന്റെ വിളക്കുമാടങ്ങളായി നിലക്കാത്ത പ്രഭാവം പരത്തിയ ആത്മീയ കേന്ദ്രങ്ങളും മസാറുകളും തകർത്ത് ഒരു മഹാദർശനത്തിന്റെ ചരിത്രത്തിന് അന്ത്യം കുറിക്കുകയാണ്. ചരിത്രത്തിന്റെ മനം പുരുട്ടിയ കുരിശുയുദ്ധത്തിന്റെ നാളുകളിൽ തകർന്ന ഇസ്ലാമിക നാഗരികത നജദിയൻ തീവ്രവാദികളിലൂടെ പുതിയ ദൌത്യത്തിന്റെ സാക്ഷാത്കാരമാവുകയാണ്. ഖബർ പൂജ എന്ന് ആത്മീയ കേന്ദ്രങ്ങളെ അധിക്ഷേപിച്ച് ഈ ഭീകരർ ശ്മശാന വിപ്ലവം സാധ്യമാക്കുന്നതിന്റെ ഭീകര ദൃശ്യങ്ങളാണിത്. Ya Allah